റോമൻ നിയമങ്ങളെ ക്രോഡീകരിച്ച ചക്രവർത്തി ജസ്റ്റിനിയൻ. ബൈസന്റൈൻ ചക്രവർത്തിയായിരുന്ന ജസ്റ്റിനിയൻ ഒന്നാമൻ 527 മുതൽ 565 വരെ റോമൻ നിയമങ്ങളെ ക്രോഡീകരിച്ച് കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്നറിയപ്പെടുന്ന നിയമസംഹിത തയ്യാറാക്കി. ഇത് യൂറോപ്യൻ നിയമവ്യവസ്ഥയ്ക്ക് ഒരു പ്രധാന അടിത്തറയായി. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഭരണകൂടത്തിന്റെ ബാധ്യതയാക്കിക്കൊണ്ടുള്ള ആദ്യരേഖ മാഗ്ന കാർട്ട. 1215-ൽ ഇംഗ്ലണ്ടിൽ ഒപ്പുവെച്ച മാഗ്ന കാർട്ട രാജാവിന്റെ അധികാരങ്ങളെ പരിമിതപ്പെടുത്തുകയും പൗരന്മാരുടെ ചില അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു. ഇത് ആധുനിക മനുഷ്യാവകാശ രേഖകളുടെ ഒരു മുന്നോടിയായി കണക്കാക്കപ്പെടുന്നു. ഇംപീച്ച്മെന്റിനെ അഭിമുഖീകരിച്ച ആദ്യ യു.എസ്. പ്രസിഡന്റ് ആൻഡ്രൂ ജോൺസൺ. 1868-ൽ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് വിധേയനായ ആദ്യ യു.എസ്. പ്രസിഡന്റാണ് ആൻഡ്രൂ ജോൺസൺ. അമേരിക്കൻ ആഭ്യന്തരയുദ്ധത്തിനു ശേഷമുള്ള പുനർനിർമ്മാണ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഇതിന് കാരണം. യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റ് എവിടെയാണ്? സ്ട്രാസ്ബർഗ്. യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിന്റെ ഔദ്യോഗിക ആസ്ഥാനം ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ്. എന്നാൽ അതിന്റെ കമ്മിറ്റി യോഗങ്ങളും ചില പ്ലീനറി സെഷനുകളും ബ്രസൽസിലും നടക്കുന്നു. ഇംപീച്ച്മെന്റ് ഭീഷണി നേരിട്ട ആദ്യ യു.എസ്. പ്രസിഡന്റ് ജോൺ ടൈലർ. 1843-ൽ ഇംപീച്ച്മെന്റ് ഭീഷണി നേരിട്ട ആദ്യ യു.എസ്. പ്രസിഡന്റാണ് ജോൺ ടൈലർ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളുമായിട്ടുള്ള തർക്കങ്ങളാണ് ഈ നടപടിക്ക് വഴിവെച്ചത്. ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൽ എന്താണ് നിർമ്മിക്കുന്നത്? ഗൈഡഡ് മിസൈലുകൾ. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് (BDL) ഗൈഡഡ് മിസൈലുകളും മറ്റു പ്രതിരോധ ഉപകരണങ്ങളും നിർമ്മിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണ്. ഇതിന്റെ ആസ്ഥാനം ഹൈദരാബാദിലാണ്. യൂറോപ്യൻ യൂണിയന്റെ നീതിന്യായ ആസ്ഥാനം ലക്സംബർഗ്. യൂറോപ്യൻ യൂണിയൻ നീതിന്യായ കോടതി കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ (CJEU) ലക്സംബർഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നതിൽ ഈ കോടതിക്ക് പ്രധാന പങ്കുണ്ട്. ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട്. ആധുനിക ജനാധിപത്യ ഭരണകൂടത്തിന്റെ രൂപീകരണത്തെയും നിലനിൽപ്പിനെയും വിശദീകരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സിദ്ധാന്തമാണ് സോഷ്യൽ കോൺട്രാക്ട്. വ്യക്തികളും ഭരണകൂടവും തമ്മിലുള്ള പരസ്പര സമ്മതത്തെ ഇത് ഊന്നിപ്പറയുന്നു. ബുദ്ധന്റെ ആദ്യത്തെ ജീവചരിത്രം ബുദ്ധചരിതം. AD 2-ാം നൂറ്റാണ്ടിൽ അശ്വഘോഷൻ രചിച്ച ബുദ്ധചരിതം ആണ് ഗൗതമ ബുദ്ധന്റെ ജീവിതത്തെയും പഠിപ്പിക്കലുകളെയും കുറിച്ച് ലഭ്യമായ ആദ്യകാല ജീവചരിത്രങ്ങളിൽ ഒന്ന്. ഇത് ബുദ്ധമത സാഹിത്യത്തിലെ ഒരു പ്രധാന കൃതിയാണ്. റോമൻ പുരാണങ്ങളിൽ ബുദ്ധിയുടെ അതിദേവത മിനർവ. റോമൻ പുരാണങ്ങളിലെ വിജ്ഞാനം, കല, യുദ്ധതന്ത്രം എന്നിവയുടെ ദേവതയാണ് മിനർവ. ഗ്രീക്ക് പുരാണങ്ങളിലെ അധീന ദേവതയ്ക്ക് സമാനമായ സ്ഥാനമാണ് മിനർവയ്ക്കുള്ളത്. ഒന്നാം ബോയർ യുദ്ധം അറിയപ്പെടുന്ന മറ്റൊരു പേര് ട്രാൻസ്വാൾ യുദ്ധം. 1880 മുതൽ 1881 വരെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യവും ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാൾ റിപ്പബ്ലിക്കും ബോയർമാർ തമ്മിൽ നടന്ന യുദ്ധമാണിത്. ട്രാൻസ്വാളിന്റെ സ്വാതന്ത്ര്യം തിരികെ നേടിയെടുക്കാൻ ബോയർമാർ നടത്തിയ പോരാട്ടമായിരുന്നു ഈ യുദ്ധം. ഗ്രീക്ക് പുരാണങ്ങളിൽ ബുദ്ധിയുടെ അതിദേവത അഥീന. ഗ്രീക്ക് പുരാണങ്ങളിലെ വിജ്ഞാനം, യുദ്ധം, കരകൗശലം എന്നിവയുടെ ദേവതയാണ് അഥീന. സിയൂസിന്റെ തലയിൽ നിന്ന് ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ദേവത ഗ്രീക്കുകാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് സ്കൂൾ സ്ഥാപിച്ച സ്ഥലം കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് സ്കൂൾ കൊച്ചിയിലാണ് സ്ഥാപിച്ചത്. ഇത് ശാസ്ത്രീയ പഠനത്തിനും ഗവേഷണത്തിനും തുടക്കമിട്ട ഒരു ചരിത്രപരമായ നീക്കമായിരുന്നു. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഏറ്റവും കുറച്ചു കാലം ഭരിച്ചത് ഖിൽജി. ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ 1290 മുതൽ 1320 വരെ ഖിൽജി രാജവംശം ഏറ്റവും കുറഞ്ഞ കാലം 30 വർഷം ഭരിച്ചു. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണത്തിനു കീഴിൽ ഈ വംശം സൈനികമായി ശക്തരായിരുന്നു. ബാൾക്കൻ രാജ്യങ്ങൾ ഏതു വൻകരയിലാണ്?
യൂറോപ്പ്. തെക്കുകിഴക്കൻ യൂറോപ്പിലെ ബാൾക്കൺ ഉപദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളെയാണ് ബാൾക്കൺ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അൽബേനിയ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, ബൾഗേറിയ, ഗ്രീസ്, സെർബിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ആധുനിക ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയോപോൾഡ് വോൺ റാങ്കെ. ജർമ്മൻ ചരിത്രകാരനായ ലിയോപോൾഡ് വോൺ റാങ്കെ 1795 മുതൽ 1886 വരെ ചരിത്രരചനയിൽ വസ്തുനിഷ്ഠതയ്ക്കും പ്രാഥമിക സ്രോതസ്സുകൾക്കും പ്രാധാന്യം നൽകിയതിനാലാണ് ആധുനിക ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടിമവംശത്തിലെ ഏറ്റവും മഹാനായ ഭരണകർത്താവായി പരിഗണിക്കുന്നത് ഇൽത്തുത്മിഷ്. ഡൽഹി സുൽത്താനേറ്റിലെ അടിമവംശത്തിലെ ഏറ്റവും ശക്തനും സമർത്ഥനുമായ ഭരണാധികാരിയായിരുന്നു ഇൽത്തുത്മിഷ് 1211 മുതൽ 1236 വരെ. ഇദ്ദേഹം സുൽത്താനേറ്റിന് സുസ്ഥിരമായ അടിത്തറ പാകി. പ്രതിഭ എന്നാൽ 1% പ്രചോദനവും 99% പ്രയത്നവുമാണ് എന്ന് പറഞ്ഞത് എഡിസൺ. വിഖ്യാത ശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനുമായ തോമസ് ആൽവ എഡിസൺ പറഞ്ഞ പ്രസിദ്ധമായ വാക്യമാണിത്. കഠിനാധ്വാനത്തിന്റെ പ്രാധാന്യത്തെ ഇത് എടുത്തു കാണിക്കുന്നു. ഏറ്റവും സാഹസികനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെട്ടത് ബാബർ. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബർ 1483 മുതൽ 1530 വരെ അസാമാന്യ ധൈര്യശാലിയും സൈനിക തന്ത്രജ്ഞനുമായിരുന്നു. നിരവധി യുദ്ധങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയുമാണ് അദ്ദേഹം സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. പ്രാചീന ഇന്ത്യയിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹം ചെമ്പ്. പ്രാചീന ഇന്ത്യയിൽ ലോഹങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദമാണ് അയസ്. പലപ്പോഴും ഇത് ചെമ്പ് അല്ലെങ്കിൽ മറ്റ് ലോഹസങ്കരങ്ങളെയാണ് കുറിച്ചിരുന്നത്. ലോട്ടസ് മഹൽ എന്ന ശില്പസൗധം എവിടെയാണ്? ഹംപി. കർണാടകയിലെ ഹംപിയിലെ വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളിലൊന്നാണ് ലോട്ടസ് മഹൽ. അതിന്റെ തനതായ വാസ്തുവിദ്യയും താമരയുടെ ആകൃതിയിലുള്ള കമാനങ്ങളും പ്രശസ്തമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത്? 123. ഇന്ത്യൻ ഭരണഘടനയുടെ 123-ാം അനുച്ഛേദം രാഷ്ട്രപതിക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നു. പാർലമെന്റ് സമ്മേളിക്കാത്ത സമയങ്ങളിൽ നിയമനിർമ്മാണം അനിവാര്യമാകുമ്പോൾ ഈ അധികാരം ഉപയോഗിക്കാം. 20-ാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ലോട്ടസ് ടെമ്പിൾ. ഡൽഹിയിലെ ബഹായി ആരാധനാലയമായ ലോട്ടസ് ടെമ്പിൾ താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള അതിന്റെ മനോഹരമായ വാസ്തുവിദ്യ കാരണം 20-ാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നു. താജ്മഹലിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഹുമയൂണിന്റെ ശവകുടീരം. മുഗൾ ചക്രവർത്തി ഹുമയൂണിന്റെ ശവകുടീരം താജ്മഹലിന്റെ വാസ്തുവിദ്യക്ക് പ്രചോദനമായ ഒരു പ്രധാന കെട്ടിടമാണ്. താജ്മഹലിന്റെ നിർമ്മാണത്തിനു മുമ്പ് മുഗൾ വാസ്തുവിദ്യയുടെ വികാസത്തിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. അക്ബറിന്റെ റവന്യൂ മന്ത്രി രാജാ തോഡർമൽ ആവിഷ്കരിച്ച നികുതി വ്യവസ്ഥ സബ്തി സംവിധാനം. മുഗൾ ചക്രവർത്തി അക്ബറിന്റെ ധനമന്ത്രിയായിരുന്ന രാജാ തോഡർമൽ ഭൂപരിഷ്കരണത്തിനായി സബ്തി എന്ന നികുതി വ്യവസ്ഥ നടപ്പിലാക്കി. ഇത് കൃഷിഭൂമി അളന്ന് നികുതി നിശ്ചയിക്കുന്ന ഒരു ശാസ്ത്രീയ രീതിയായിരുന്നു. ഹൈദരാബാദിലെ പ്രശസ്തമായ മ്യൂസിയം സലാർജംഗ് മ്യൂസിയം. ഹൈദരാബാദിൽ മൂസാനദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന സലാർജംഗ് മ്യൂസിയം ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാശേഖരങ്ങളിൽ ഒന്നാണ്. വ്യക്തിഗത ശേഖരമായി ആരംഭിച്ച ഇത് പിന്നീട് ഒരു വലിയ മ്യൂസിയമായി വളർന്നു. തെക്കേ അമേരിക്കയിലെ ലാൻഡ്ലോബ്ഡ് രാജ്യങ്ങൾ ഏതൊക്കെ? ബൊളീവിയയും പരാഗ്വേയും. തെക്കേ അമേരിക്കൻ വൻകരയിൽ സമുദ്രതീരമില്ലാത്ത 2 രാജ്യങ്ങളാണ് ബൊളീവിയയും പരാഗ്വേയും. കരയാൽ ചുറ്റപ്പെട്ട ഈ രാജ്യങ്ങൾ കരവ്യാപാരത്തിന് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം കോർണിയ. കണ്ണിന്റെ ഏറ്റവും പുറം പാളിയായ കോർണിയയാണ് നേത്രദാനത്തിനായി ഉപയോഗിക്കുന്നത്. ഇത് കാഴ്ച വൈകല്യമുള്ളവർക്ക് വെളിച്ചം നൽകാൻ സഹായിക്കുന്നു. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യവിസ്തൃതിയുണ്ടായിരുന്ന ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഡൽഹി സുൽത്താനേറ്റിലെ തുഗ്ലക്ക് രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്താണ് സുൽത്താനേറ്റ് സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിച്ചത്.
മധുരൈകൊണ്ട ചോഴൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചോളരാജാവ്. പരാന്തകൻ ഒന്നാമൻ. മധുര പിടിച്ചടക്കിയതിനെ തുടർന്ന് മധുരൈകൊണ്ട ചോഴൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചോളരാജാവാണ് പരാന്തകൻ ഒന്നാമൻ. ഇദ്ദേഹം 9-ാം നൂറ്റാണ്ടിൽ ചോള സാമ്രാജ്യം വികസിപ്പിച്ചു. ജഹാംഗീറിന്റെ പത്നി നൂർജഹാന്റെ പിതാവ്. ഇത്തിമാദ് ഉദ് ദൗള. മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ പത്നിയും ശക്തയായ ഭരണാധികാരിയുമായിരുന്ന നൂർജഹാന്റെ പിതാവാണ് മിർസ ഗിയാസ് ബേഗ് അഥവാ ഇത്തിമാദ് ഉദ് ദൗള. സ്വന്തം മകന്റെ തടവറയിൽ കിടന്നു മരിച്ച മുഗൾ ചക്രവർത്തി. ഷാജഹാൻ. താജ്മഹൽ നിർമ്മിച്ച മുഗൾ ചക്രവർത്തിയായ ഷാജഹാനെ അദ്ദേഹത്തിന്റെ മകൻ ഔറംഗസേബ് ആഗ്ര കോട്ടയിലെ തടവറയിൽ അടയ്ക്കുകയും അവിടെ വെച്ച് ഷാജഹാൻ മരണപ്പെടുകയുമായിരുന്നു. ഹിന്ദുസ്ഥാനി സാഹിത്യത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത്. അക്ബറിന്റെ ഭരണകാലം. മുഗൾ ചക്രവർത്തി അക്ബറിന്റെ ഭരണകാലം 1556 മുതൽ 1605 വരെ ഹിന്ദുസ്ഥാനി സാഹിത്യത്തിന്റെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ ഹിന്ദി, പേർഷ്യൻ സാഹിത്യങ്ങൾക്ക് വലിയ പ്രോത്സാഹനം ലഭിച്ചു. കാശ്മീരിലെ അക്ബർ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. സൈനുൽ ആബിദീൻ. കാശ്മീരിലെ ഭരണാധികാരിയായിരുന്ന സൈനുൽ ആബിദീൻ 1420 മുതൽ 1470 വരെ തന്റെ മതസഹിഷ്ണുതയും വികസന പ്രവർത്തനങ്ങളും കാരണം കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെട്ടു. ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്ന് വിളിച്ചത്. ഹർഷവർദ്ധനെ. പുരാതന ഇന്ത്യയിലെ ഒരു പ്രധാന ഭരണാധികാരിയായിരുന്നു ഹർഷവർദ്ധൻ. AD 590 മുതൽ 647 വരെ. സാഹിത്യത്തിനും കലകൾക്കും നൽകിയ പ്രോത്സാഹനം, ഭരണമികവ് എന്നിവ കാരണം ഇദ്ദേഹത്തെ ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്ന് വിശേഷിപ്പിക്കുന്നു. പ്ലേഗ് പരത്തുന്നത്. എലിച്ചെള്ള്. യെർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് പ്ലേഗ്. എലിച്ചെള്ളുകളാണ് ഈ ബാക്ടീരിയയെ മനുഷ്യരിലേക്ക് എത്തിക്കുന്ന പ്രധാന വാഹകർ. 10,000 തടാകങ്ങളുടെ നാട്. അമേരിക്കയിലെ മിനസോട്ട. അമേരിക്കൻ ഐക്യനാടുകളിലെ മിനസോട്ട സംസ്ഥാനം നിരവധി തടാകങ്ങളാൽ സമ്പന്നമായതിനാലാണ് 10,000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. ഏഷ്യ വൻകരയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം കയറ്റുമതി ചെയ്യുന്ന രാജ്യം. ഇന്ത്യ. ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. കാർഷിക ഉൽപ്പാദനത്തിലെ മികവാണ് ഇതിന് കാരണം. ഇന്ത്യാചരിത്രത്തിലെ ചക്രവർത്തിമാരിൽ ഏറ്റവും മഹാനായി കണക്കാക്കപ്പെടുന്നത്. അശോകൻ. മൗര്യസാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന അശോകൻ BC 268 മുതൽ 232 വരെ കലിംഗയുദ്ധത്തിനുശേഷം ബുദ്ധമതം സ്വീകരിക്കുകയും അഹിംസയിലൂടെയും ധർമ്മത്തിലൂടെയും ഭരണം നടത്തിയതിനാലും ഇന്ത്യ ചരിത്രത്തിലെ മഹാനായ ഭരണാധികാരിയായി അറിയപ്പെടുന്നു. ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ദണ്ഡിയാത്ര നടത്തിയ വർഷം. 1930. ബ്രിട്ടീഷ് ഉപ്പിന്റെ കുത്തകക്കെതിരെ മഹാത്മാഗാന്ധി 1930-ൽ നടത്തിയ അഹിംസാത്മകമായ സമരമാണ് ദണ്ഡിയാത്ര. ഇത് ഇന്ത്യയിലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി. ചൈനക്കാരനായ മാഹ്വാന്റെ കേരള സന്ദർശനം ഏതു വർഷത്തിൽ? AD 1409. ചൈനീസ് സഞ്ചാരിയും നാവികനുമായിരുന്ന മാഹ്വാൻ AD 1409-ൽ കേരളം സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ അന്നത്തെ കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ഇന്ത്യയെന്നത് ഭൂമധ്യരേഖ പോലെ ഭൂമിശാസ്ത്രപരമായ ഒരു സംജ്ഞ മാത്രമാണ്. അതൊരു ഏകീകൃത രാഷ്ട്രമേയല്ല എന്ന് പറഞ്ഞത്. സർ വിൻസ്റ്റൺ ചർച്ചിൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന സർ വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമയത്ത് ഇന്ത്യൻ ദേശീയതയെ കുറച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞ പ്രസ്താവനയാണിത്. ഇൽത്തുത്മിഷിന്റെ ജിദൽ എന്ന നാണയം എന്തുപയോഗിച്ച് നിർമ്മിച്ചതായിരുന്നു? ചെമ്പ്. ഡൽഹി സുൽത്താനേറ്റിലെ ഇൽത്തുത്മിഷ ഭരണാധികാരി ചെമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച നാണയമായിരുന്നു ജിദൽ. ഇത് അക്കാലത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. ഹൈദരാബാദ് നഗരം ഏത് രോഗത്തെ അതിജീവിച്ചതിന്റെ ഓർമ്മക്കാണ് ചാർമിനാർ 1591 പണികഴിപ്പിച്ചത്? പ്ലേഗ്.
1591 കുലി കുത്തബ് ഷാ പ്ലേഗ് മഹാമാരിയെ ഹൈദരാബാദ് നഗരം അതിജീവിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ചാർമിനാർ പണികഴിപ്പിച്ചത്. രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. ഇൻസുലിന്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. ജനാധിപത്യക്രമത്തെ വിശദീകരിക്കുന്ന ദി പ്രിൻസ് എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചത് മാക്കിയവെല്ലി. ഇറ്റാലിയൻ നയതന്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്ന നിക്കോളോ മാക്കിയവെല്ലി 16-ാം നൂറ്റാണ്ടിൽ രചിച്ച ദി പ്രിൻസ് എന്ന കൃതി രാഷ്ട്രതന്ത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന പഠനമാണ്. ഭരണാധികാരികൾ അധികാരം നിലനിർത്താൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെ ഇത് വിശദീകരിക്കുന്നു. ഇൽത്തുത്മിഷ് പ്രചരിപ്പിച്ച വെള്ളിനാണയം തങ്ക. ഡൽഹി സുൽത്താനേറ്റിലെ ഇൽത്തുത്മിഷ് ഭരണാധികാരി പ്രചരിപ്പിച്ച വെള്ളിനാണയമാണ് തങ്ക. സുൽത്താനേറ്റിലെ നാണയ സമ്പ്രദായത്തിൽ ഇതൊരു പ്രധാന പരിഷ്കരണമായിരുന്നു. വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്പെൻസർ പേഴ്സിവൽ. 1812 ജോൺ ബെല്ലിംഗ്ഹാം എന്നയാളാൽ വധിക്കപ്പെട്ട സ്പെൻസർ പേഴ്സിവൽ ബ്രിട്ടന്റെ ഏക പ്രധാനമന്ത്രിയാണ്. ഹൗസ് ഓഫ് കോമൺസിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. തുടർച്ചയായി അല്ലാതെ 2 പ്രാവശ്യം അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായ ഏക വ്യക്തി ഗ്രോവർ ക്ലീവ്ലാൻഡ്. ഗ്രോവർ ക്ലീവ്ലാൻഡ് അമേരിക്കയുടെ 22 സ്വരചിഹ്നം ആമത്തെയും 24 സ്വരചിഹ്നം ആമത്തെയും പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. തുടർച്ചയായി അല്ലാതെ 2 തവണ പ്രസിഡന്റായ ഏക വ്യക്തിയാണ് അദ്ദേഹം. ബഹിഷ്കൃത ഭാരത് എന്ന ദ്വൈവാരിക ആരംഭിച്ചത് ബി.ആർ. അംബേദ്കർ. ഡോക്ടർ ബി.ആർ. അംബേദ്കർ 1927 ആരംഭിച്ച ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി ദ്വൈവാരിക ദളിത് വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടി ശക്തമായി വാദിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക സ്മാരകം ഡൽഹിയിലെ കുവ്വത്തുൽ ഇസ്ലാം മോസ്ക്. ഡൽഹിയിലെ കുവ്വത്തുൽ ഇസ്ലാം മോസ്ക് കുത്തബ് മിനാറിനടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത് ഇന്ത്യയിൽ മംലൂക്ക് രാജവംശം നിർമ്മിച്ച ആദ്യത്തെ ഇസ്ലാമിക സ്മാരകമായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിലെ ആദ്യ ചുമർചിത്ര നഗരി കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ ചുമർചിത്ര നഗരി എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിലും പള്ളികളിലും മനോഹരമായ ചുമർചിത്രങ്ങൾ കാണാം. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് തുഗ്ലക്ക്. ഡൽഹി സുൽത്താനേറ്റിലെ തുഗ്ലക്ക് രാജവംശം 1320 മുതൽ 1412 വരെ ഏറ്റവും കൂടുതൽ കാലം 92 വർഷം ഭരിച്ചു. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഈ രാജവംശം സ്ഥാപിച്ചു. ബദിരവിലാപം രചിച്ചത് ആര്? വള്ളത്തോൾ നാരായണമേനോൻ. ആധുനിക മലയാള കവിത്രയത്തിൽ ഉൾപ്പെടുന്ന വള്ളത്തോൾ നാരായണമേനോൻ രചിച്ച പ്രസിദ്ധമായ ഖണ്ഡകാവ്യമാണ് ബദിരവിലാപം. തന്റെ ബധിരതയെക്കുറിച്ചുള്ള കവിയുടെ ദുഃഖവും അനുഭവങ്ങളും ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. വാനവരമ്പൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചേരരാജാവ് ഉദിയൻ ചേരൽ. പുരാതന ചേരരാജാക്കന്മാരിൽ ഒരാളാണ് ഉദിയൻ ചേരൽ. വാനവരമ്പൻ എന്ന സ്ഥാനപ്പേര് ഇദ്ദേഹത്തിന് ലഭിച്ചത് ഇദ്ദേഹത്തിന്റെ അതിരുകൾ ആകാശത്തോളം വ്യാപിച്ചിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. രക്തത്തിലെ വർണ്ണകം ഹീമോഗ്ലോബിൻ. ചുവന്ന രക്താണുക്കളിൽ കാണുന്ന ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീനാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ഓക്സിജൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ഹീമോഗ്ലോബിൻ സഹായിക്കുന്നു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം. വിശ്വേശ്വരയ്യ. പ്രമുഖ എഞ്ചിനീയറും ഭരണകർത്താവുമായിരുന്ന എം. വിശ്വേശ്വരയ്യ 1861 മുതൽ 1962 വരെ ഇന്ത്യയുടെ വ്യാവസായിക സാമ്പത്തിക വികസനത്തിന് നൽകിയ സംഭാവനകൾ കാരണം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ബാബിലോണിൽ വെച്ച് 33-ാമത്തെ വയസ്സിൽ അന്തരിച്ച യുദ്ധവീരൻ അലക്സാണ്ടർ ചക്രവർത്തി. ലോകം കണ്ട മഹാനായ സൈനിക നേതാക്കളിൽ ഒരാളായ അലക്സാണ്ടർ ചക്രവർത്തി BC 323 33-ാം വയസ്സിൽ ബാബിലോണിൽ വെച്ച് അന്തരിച്ചു. 1739 നാദിർ ഷാ ഇന്ത്യ ആക്രമിക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്നത് മുഹമ്മദ് ഷാ.
1739-ൽ പേർഷ്യൻ ഭരണാധികാരിയായിരുന്ന നാദിർ ഷാ ഇന്ത്യ ആക്രമിച്ച സമയത്ത് മുഗൾ ചക്രവർത്തിയായിരുന്നത് മുഹമ്മദ് ഷാ ആയിരുന്നു. ഈ ആക്രമണം മുഗൾ സാമ്രാജ്യത്തെ കൂടുതൽ ദുർബലമാക്കി. ഇൽത്തുത്മിഷ് തന്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് റസിയ. ഡൽഹി സുൽത്താൻ ഇൽത്തുത്മിഷ് തന്റെ മകളായ റസിയയെ തന്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു. ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ മുസ്ലിം ഭരണാധികാരിയായിരുന്നു റസിയ സുൽത്താന. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ തുഷാർ കാന്തി ഘോഷ്. തുഷാർ കാന്തി ഘോഷ് 1899 മുതൽ 1994 വരെ ഇന്ത്യൻ പത്രപ്രവർത്തന മേഖലയിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹം അമൃത ബസാർ പത്രിക-യുടെ എഡിറ്ററായിരുന്നു. രക്തത്തിന്റെ pH മൂല്യം 7.4. മനുഷ്യരക്തത്തിന്റെ സാധാരണ pH മൂല്യം 7.35 നും 7.45 നും ഇടയിലാണ്, ശരാശരി 7.4. ഇതൊരു നേരിയ ക്ഷാരസ്വഭാവം സൂചിപ്പിക്കുന്നു. രക്തത്തിന്റെ ദ്രാവക ഭാഗം പ്ലാസ്മ. രക്തത്തിലെ 55% വരുന്ന ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. വെള്ളം, പ്രോട്ടീനുകൾ, ലവണങ്ങൾ, ഹോർമോണുകൾ, പോഷകങ്ങൾ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യാചരിത്രത്തിലെ ഏറ്റവും പ്രാചീന സർവകലാശാല തക്ഷശില. ഇന്ത്യാചരിത്രത്തിലെ ഏറ്റവും പ്രാചീനവും പ്രശസ്തവുമായ പഠനകേന്ദ്രങ്ങളിലൊന്നായിരുന്നു തക്ഷശില. ഇന്നത്തെ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഇത് പുരാതന കാലത്ത് ലോകത്തിലെ ഒരു പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു. ചുവന്ന രക്താണുക്കൾ കൂടുതലുണ്ടാകുന്ന അവസ്ഥ പോളിസൈതീമിയ. ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ എണ്ണം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് പോളിസൈതീമിയ. ഇത് രക്തം കട്ടപിടിക്കാനും മറ്റ് ആരോഗ്യപ്രശ്നങ്ങൾക്കും സാധ്യത വർദ്ധിപ്പിക്കുന്നു. പാലിന്റെ വെളുത്ത നിറത്തിന് കാരണം കേസിൻ. പാലിൽ കാണുന്ന കേസിൻ എന്ന പ്രോട്ടീനാണ് അതിന്റെ വെളുത്ത നിറത്തിന് പ്രധാന കാരണം. കേസിൻ കലർന്ന ചെറുകണികകളായി പാലിൽ ലയിച്ചിരിക്കുന്നു. പിങ്കള രചിച്ചത് ഉള്ളൂർ. മഹാകവി ഉള്ളൂർ എസ്. പരമേശ്വരയ്യർ 1877 മുതൽ 1949 വരെ രചിച്ച പ്രധാനപ്പെട്ട ഖണ്ഡകാവ്യങ്ങളിലൊന്നാണ് പിങ്കള. മലയാള സാഹിത്യത്തിൽ ഇതിന് വലിയ സ്ഥാനമുണ്ട്. പാകിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാനം കറാച്ചി. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരവും പ്രധാന തുറമുഖവുമായ കറാച്ചി രാജ്യത്തിന്റെ സാമ്പത്തിക കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. നിരവധി വ്യവസായങ്ങളും സാമ്പത്തിക സ്ഥാപനങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഹൃദയത്തിന്റെ ആവരണമാണ് പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ഒരു സഞ്ചിയാണ് പെരികാർഡിയം. ഇത് ഹൃദയത്തെ ബാഹ്യ ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ഹൃദയമിടിപ്പ് സുഗമമാക്കുകയും ചെയ്യുന്നു. പ്രകൃതിയിൽ സ്വാഭാവികമായി കാണുന്ന മൂലകങ്ങൾ 92. പ്രകൃതിയിൽ സ്വാഭാവികമായി കാണുന്ന മൂലകങ്ങളുടെ എണ്ണം 92 ആണ്. ബാക്കിയുള്ളവ മനുഷ്യൻ നിർമ്മിച്ചതാണ്. മനുഷ്യഹൃദയത്തിന്റെ മുകളിലത്തെ അറകൾ ആട്രിയം. മനുഷ്യന്റെ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. അതിൽ മുകളിലത്തെ 2 അറകളെ ആട്രിയം, ഓറക്കിൾ എന്ന് വിളിക്കുന്നു. ഇവ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നു. ശ്വാസകോശത്തിന്റെ ആവരണം പ്ലൂറ. ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ഒരു ആവരണമാണ് പ്ലൂറ. ഇത് ശ്വാസമെടുക്കുമ്പോൾ ശ്വാസകോശങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ വികസിക്കാനും ചുരുങ്ങാനും സഹായിക്കുന്നു. നേപ്പാളി നേതാവ് പ്രചണ്ഡയുടെ യഥാർത്ഥ പേര് പുഷ്പ കമൽ ദഹൽ. നേപ്പാളിന്റെ മുൻ പ്രധാനമന്ത്രിയും പ്രമുഖ മാവോയിസ്റ്റ് നേതാവുമായ പ്രചണ്ഡയുടെ യഥാർത്ഥ പേര് പുഷ്പ കമൽ ദഹൽ എന്നാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഈ വിളിപ്പേരിൽ അറിയപ്പെടുന്നു. നേർപ്പിച്ച അസറ്റിക് ആസിഡ് അറിയപ്പെടുന്ന പേര് വിനാഗിരി. അസറ്റിക് ആസിഡിന്റെ നേർപ്പിച്ച ലായനിയാണ് വിനാഗിരി. ഇത് പ്രധാനമായും ഭക്ഷണ പദാർത്ഥങ്ങളിൽ രുചി കൂട്ടാനും സംരക്ഷിക്കാനും ഉപയോഗിക്കുന്നു. നേവ നദി ഒഴുകുന്ന രാജ്യം റഷ്യ.
റഷ്യയിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ നേവ നദി സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിലൂടെ ഒഴുകി ബാൾട്ടിക് കടലിൽ പതിക്കുന്നു. ഗാന്ധിജി ജനിച്ച സ്ഥലം പോർബന്ദർ. മഹാത്മാഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമാണ് അദ്ദേഹം. അലങ്കാര മത്സ്യങ്ങളുടെ റാണി ഏഞ്ചൽ ഫിഷ്. തെക്കേ അമേരിക്കയിലെ ശുദ്ധജലത്തിൽ കാണുന്ന ഏഞ്ചൽ ഫിഷ് മനോഹരമായ രൂപവും സ്വഭാവവും കാരണം അലങ്കാര മത്സ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നു. ദേശീയപാത 17 കേരളത്തിൽ ആരംഭിക്കുന്ന സ്ഥലം ഇടപ്പള്ളി. പഴയ ദേശീയപാത 17 NH-17 ഇടപ്പള്ളിയിൽ നിന്നാണ് ആരംഭിച്ചിരുന്നത്. ഇത് പിന്നീട് ദേശീയപാത 66 ഭാഗമായി. കുരുമുളകിന്റെ ശാസ്ത്രനാമം പൈപ്പർ നൈഗ്രം. സുഗന്ധവ്യഞ്ജനങ്ങളിൽ രാജ്ഞിയായി അറിയപ്പെടുന്ന കുരുമുളകിന്റെ ശാസ്ത്രനാമം പൈപ്പർ നൈഗ്രം എന്നാണ്. ഭാരതം ലോകത്തിന് നൽകിയ പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണിത്. കുറിച്യരുടെ ലഹള ഏതു വർഷത്തിൽ? AD 1812. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കേരളത്തിലെ വയനാട്ടിൽ നടന്ന ഒരു ആദിവാസി പ്രക്ഷോഭമാണ് കുറിച്യരുടെ ലഹള. AD 1812 നടന്ന ഈ സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളി ഉയർത്തി. എന്തിന്റെ സ്വഭാവം അളക്കാനാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത്? പ്രകാശം. ഒരു പ്രകാശ സ്രോതസ്സിന്റെ തരംഗദൈർഘ്യം, തീവ്രത തുടങ്ങിയ പ്രകാശത്തിന്റെ വിവിധ സ്വഭാവങ്ങൾ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പെക്ട്രോമീറ്റർ. ഏത് യൂറോപ്യൻ രാജ്യത്താണ് രാഷ്ട്രത്തലവൻ ഗ്രാൻഡ് ഡ്യൂക്ക് എന്നറിയപ്പെടുന്നത്? ലക്സംബർഗ്. യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമായ ലക്സംബർഗിന്റെ രാഷ്ട്രത്തലവനെ ഗ്രാൻഡ് ഡ്യൂക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു ഭരണഘടനാപരമായ രാജവാഴ്ചയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം അറ്റ്ലസ് മോത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമാണ് അറ്റ്ലസ് മോത്ത്. തെക്കുകിഴക്കൻ ഏഷ്യൻ കാടുകളിൽ കാണുന്ന ഇവയ്ക്ക് വലിയ ചിറകുകളും മനോഹരമായ നിറങ്ങളുമുണ്ട്. ആടുകളുടെ റാണി ജന്നാബാരി. ഉത്തർപ്രദേശിൽ ഉത്ഭവിച്ച ജന്നാബാരി ഇനം ആടുകൾ അവയുടെ വലിയ ശരീരവലുപ്പത്തിനും ഉയർന്ന പാൽ ഉൽപാദനത്തിനും പേരുകേട്ടവയാണ്. ഈ സവിശേഷതകൾ കാരണം ഇവയെ ആടുകളുടെ റാണി എന്ന് വിളിക്കുന്നു. ഏത് സമുദ്രത്തിലാണ് സർഗാസോ കടൽ? അറ്റ്ലാന്റിക് സമുദ്രം. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കരീബിയൻ കടലിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് സർഗാസോ കടൽ. സർഗാസം എന്നയിനം കടൽപ്പായലുകൾ ധാരാളമായി കാണുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. സസ്യവളർച്ച, ചലനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഓക്സിൻ. സസ്യങ്ങളിൽ കോശവളർച്ചയെയും വികാസത്തെയും സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് ഓക്സിൻ. പ്രകാശത്തിന്റെ ദിശയിലേക്കുള്ള വളർച്ചയും വേരുകളുടെ വികാസവും ഇത് നിയന്ത്രിക്കുന്നു. നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ബസ്മതി. സവിശേഷമായ സുഗന്ധവും നീളമുള്ള ധാന്യങ്ങളുമുള്ള ബസ്മതി അരി നെല്ലിനങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുന്നു. ഇത് പ്രധാനമായും ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് കൃഷി ചെയ്യുന്നത്. ഏത് അണക്കെട്ടിന്റെ ജലസംഭരണിയാണ് ഗോവിന്ദ് സാഗർ? ഭാക്ര നങ്കൽ. സത്ലജ് നദിയിൽ നിർമ്മിച്ചിട്ടുള്ള ഭാക്ര നങ്കൽ അണക്കെട്ടിന്റെ ജലസംഭരണിയാണ് ഗോവിന്ദ് സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകങ്ങളിലൊന്നാണിത്. ഏത് ഇന്ത്യൻ നഗരമാണ് ബ്രിട്ടീഷുകാർക്ക് രാഷ്ട്രീയ സ്ത്രീധനമെന്ന നിലയിൽ ലഭിച്ചത്? ബോംബെ. 1661 പോർച്ചുഗീസ് രാജകുമാരി കാതറിൻ ഓഫ് ബ്രഗൻസ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമനെ വിവാഹം കഴിച്ചപ്പോൾ രാഷ്ട്രീയ സ്ത്രീധനമായി ബോംബെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. കുറ്റിക്കാടുകളുടെ നാട് എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനം ജാർഖണ്ഡ്. ജാർഖണ്ഡ് എന്ന പേരിന് പ്രാദേശിക ഭാഷയിൽ കുറ്റിക്കാടുകളുടെ നാട് അല്ലെങ്കിൽ വനം എന്നൊക്കെയാണ് അർത്ഥം. സംസ്ഥാനത്തിന്റെ വനസമ്പത്തും ആദിവാസി സമൂഹങ്ങളും ഈ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എൻഡിറ്റ് യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235. യുറേനിയം 235 എന്ന ഐസോടോപ്പ് ഉയർന്ന അളവിൽ അടങ്ങിയ യുറേനിയമാണ് എൻഡിറ്റ് യുറേനിയം.
ഇത് ആണവോർജ്ജ നിലയങ്ങളിലും ആണവായുധങ്ങളിലും ഉപയോഗിക്കുന്നു. കുരിശിന്റെ ചിത്രമുള്ള പതാകയുള്ള രാജ്യം സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിന്റെ ദേശീയ പതാകയിൽ ചുവപ്പ് പശ്ചാത്തലത്തിൽ ഒരു വെളുത്ത കുരിശ് ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് രാജ്യത്തിന്റെ സമാധാനത്തിന്റെയും നിഷ്പക്ഷതയുടെയും പ്രതീകമാണ്. 8 അയൽ സംസ്ഥാനങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന് 8 അയൽ സംസ്ഥാനങ്ങളുണ്ട്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ. ഒരു കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയുമായും അതിർത്തി പങ്കിടുന്നു. കുരിശുയുദ്ധങ്ങൾക്ക് വേദിയായ വൻകര യൂറോപ്പ്. 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിലെ ക്രിസ്ത്യാനികളും മധ്യപൂർവ്വദേശത്തെ മുസ്ലിങ്ങളും തമ്മിൽ നടന്ന മതപരമായ സൈനിക പോരാട്ടങ്ങളാണ് കുരിശുയുദ്ധങ്ങൾ. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് 1983-ൽ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത്? ഇന്ദിരാഗാന്ധി. 1983-ൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് ഒളിമ്പിക് പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഒളിമ്പിക് ഓർഡർ നൽകി ആദരിച്ചു. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് വനം ഏറ്റവും കുറവ്? ഹരിയാന. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ഹരിയാന. ഇത് പ്രധാനമായും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു സംസ്ഥാനമാണ്. നട്ടെല്ലില്ലാത്ത ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് നീരാളി. സെഫലോപോഡ് വിഭാഗത്തിൽപ്പെട്ട നീരാളി നട്ടെല്ലില്ലാത്ത ജീവികളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവയായി കണക്കാക്കപ്പെടുന്നു. ഇവയ്ക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉപകരണങ്ങൾ ഉപയോഗിക്കാനും കഴിവുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സരസൻ കൊക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷിയാണ് സരസൻ കൊക്ക്, സാരസ് ക്രെയിൻ. വലിയ ചിറകുകളും ഉയരവുമുള്ള ഇവയെ പ്രധാനമായും തണ്ണീർത്തടങ്ങളിലും വയലുകളിലും കാണാം. നട്ടെല്ലില്ലാത്ത ഏറ്റവും വലിയ അകശേരുകി ഭീമൻ കണവ. നട്ടെല്ലില്ലാത്ത ജീവികളിൽ ഏറ്റവും വലുതാണ് ഭീമൻ കണവ, ജയന്റ് സ്ക്വഡ്. അഗാധ സമുദ്രങ്ങളിൽ ജീവിക്കുന്ന ഇവയ്ക്ക് 13 മീറ്റർ വരെ നീളമുണ്ടാകും. കുലശേഖര ആഴ്വാരുടെ ഭരണകാലഘട്ടം AD 768 മുതൽ 834 വരെ. AD 768 മുതൽ 834 വരെയായിരുന്നു കുലശേഖര ആഴ്വാരുടെ ഭരണകാലഘട്ടം. ഇദ്ദേഹം സംഘകാലാനന്തരമുള്ള ചേരവംശത്തിലെ പ്രമുഖ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു. കുലശേഖരന്മാരുടെ ആസ്ഥാനമായിരുന്നു മഹോദയപുരം. പുരാതന കേരളത്തിലെ ചേരരാജാക്കന്മാരായ കുലശേഖരന്മാരുടെ തലസ്ഥാനം മഹോദയപുരം, ഇന്നത്തെ കൊടുങ്ങല്ലൂർ ആയിരുന്നു. ഇതൊരു പ്രധാന വ്യാപാര സാംസ്കാരിക കേന്ദ്രമായിരുന്നു. എന്തിന്റെ ആവരണമാണ് പ്ലൂറ? ശ്വാസകോശം. ശ്വാസകോശത്തെ പൊതിയുന്ന ഇരട്ട സ്തരമുള്ള ആവരണമാണ് പ്ലൂറ. ഇത് ശ്വാസകോശത്തെ സംരക്ഷിക്കുകയും ശ്വാസമെടുക്കുമ്പോൾ അവയുടെ ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. കുരുമുളകിന് എരിവ് നൽകുന്ന വസ്തു കാരിയോഫിലിൻ. കുരുമുളകിന് എരിവ് നൽകുന്ന പ്രധാന രാസവസ്തു പൈപ്പറിനാണ്. കാരിയോഫിലിൻ അതിന്റെ സുഗന്ധത്തിന് കാരണമാകുന്ന ഒരു ഘടകമാണ്. കുലശേഖര ആഴ്വാർ ഏതു വംശത്തിലെ രാജാവായിരുന്നു? ചേരവംശം. AD 8-ാം നൂറ്റാണ്ടിലെ ചേരവംശത്തിലെ ഒരു പ്രധാന ഭരണാധികാരിയായിരുന്നു കുലശേഖര ആഴ്വാർ. ഇദ്ദേഹം ഒരു ഭക്തകവിയും വൈഷ്ണവഭക്തി പ്രസ്ഥാനത്തിന് സംഭാവന നൽകിയ വ്യക്തിയുമാണ്. ഏത് രാജ്യത്താണ് ശുഭപ്രതീക്ഷ മുനമ്പ്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയുടെ തെക്കുപടിഞ്ഞാറൻ തീരത്തുള്ള ഒരു പാറക്കെട്ടുള്ള മുനമ്പാണ് ശുഭപ്രതീക്ഷ മുനമ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഇതൊരു പ്രധാന നാവികപാതയായിരുന്നു. ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത് ചെമ്പരത്തി. ചെമ്പരത്തി എന്ന പൂവ് ചൈനീസ് റോസ് എന്നും അറിയപ്പെടുന്നു. ഇത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മനോഹരമായ ഒരു സസ്യമാണ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ പീറ്റർമാരിറ്റ്സ്ബർഗ്. 1893-ൽ ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർമാരിറ്റ്സ്ബർഗ് സ്റ്റേഷനിൽ വെച്ച് മഹാത്മാഗാന്ധിയെ വർണ്ണവിവേചനത്തിന്റെ പേരിൽ തീവണ്ടിയിൽ നിന്ന് പുറത്താക്കി.
ഈ സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് വി. ഗിരി. 1969-ലെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വി. ഗിരിക്ക് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് വിജയിക്കാനായത്. രണ്ടാമത്തെ റൗണ്ട് വോട്ടെണ്ണലിലൂടെയാണ് അദ്ദേഹം വിജയം നേടിയത്. ഏത് രാജ്യത്താണ് മുഹമ്മദ് നബിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന മദീന? സൗദി അറേബ്യ. ഇസ്ലാം മതസ്ഥാപകൻ മുഹമ്മദ് നബിയുടെ ഖബറിടം സൗദി അറേബ്യയിലെ മദീനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇസ്ലാം മതത്തിലെ രണ്ടാമത്തെ പുണ്യനഗരമാണ്. പേരിന് സിംഹം എന്ന അർത്ഥമുള്ള മുഗൾ രാജാവ്? ബാബർ. ബാബർ എന്ന വാക്കിന് പേർഷ്യൻ ഭാഷയിൽ സിംഹം അല്ലെങ്കിൽ കടുവ എന്നാണർത്ഥം. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്നു ബാബർ. ഇന്ത്യയുടെ കര അതിർത്തിയുടെ നീളം എത്ര കിലോമീറ്റർ? 15,200 കിലോമീറ്റർ. ഇന്ത്യക്ക് ഏകദേശം 15,200 കിലോമീറ്റർ നീളമുള്ള കര അതിർത്തിയാണുള്ളത്. 7 രാജ്യങ്ങളുമായി ഇന്ത്യ ഈ അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? മുംബൈ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ രാജ്യത്തിന്റെ വ്യവസായ തലസ്ഥാനം കൂടിയാണ്. നിരവധി വ്യവസായ സ്ഥാപനങ്ങളും സാമ്പത്തിക കേന്ദ്രങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന ഔഷധസസ്യം? ശവന്നാറി. കാതരാന്തസ് റോസസ്, കഥാരന്തസ് റോസസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ശവന്നാറി, പെരവിങ്കിൾ എന്ന സസ്യത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രാസവസ്തുക്കൾ രക്താർബുദം ഉൾപ്പെടെയുള്ള ചില അർബുദ ചികിത്സകളിൽ ഉപയോഗിക്കുന്നു. പൂക്കളുടെ റാണി എന്നറിയപ്പെടുന്നത്? റോസ്. ഭംഗിയും സുഗന്ധവും കാരണം റോസ് പൂവിനെ പൂക്കളുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്നു. സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമാണിത്. എന്താണ് തെലുങ്ക് ഗംഗ പ്രോജക്റ്റ്? കൃഷ്ണാനദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിൽ ജലമെത്തിക്കാനുള്ള പദ്ധതി. കൃഷ്ണാനദിയിലെ ജലം ചെന്നൈ നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി എത്തിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ഒരു പ്രധാന ജലസേചന പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പ്രോജക്റ്റ്. എന്തിന്റെ അയിരാണ് കലാമിൻ? സിങ്ക്. പ്രധാനപ്പെട്ട സിങ്ക് അയിരുകളിൽ ഒന്നാണ് കലാമിൻ. ഇത് സിങ്ക് കാർബണേറ്റ് ZnCO3 അല്ലെങ്കിൽ സിങ്ക് സിലിക്കേറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് Zn4Si2O HO എന്നിവ അടങ്ങിയ ധാതുവാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതം? ഹിമാലയം. ഹിമാലയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ്. ഇത് ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം? ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവയ്ക്ക് മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ കടൽത്തീരമാണുള്ളത്. ഏത് സമുദ്രത്തിലാണ് ഗൾഫ് സ്ട്രീം? അറ്റ്ലാന്റിക് സമുദ്രം. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒഴുകുന്ന ഒരു ശക്തമായ സമുദ്രജലപ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. ഇത് യൂറോപ്പിന്റെ കാലാവസ്ഥയെ മൃദുവാക്കാൻ സഹായിക്കുന്നു. മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നത് ആര്? ഗവർണർ. ഒരു മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് സംസ്ഥാന ഗവർണറുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. കേന്ദ്രത്തിൽ ഇത് രാഷ്ട്രപതിയുടെ അധികാരമാണ്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സുൽത്താനേറ്റ് വംശം? തുഗ്ലക്ക് വംശം 1320 മുതൽ 1412 വരെ. ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച വംശങ്ങളിൽ തുഗ്ലക്ക് വംശമാണ് AD 1320 മുതൽ 1412 വരെ ഏറ്റവും കൂടുതൽ കാലം 92 വർഷം അധികാരത്തിലിരുന്നത്. ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റ് പദം വഹിച്ചത്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് 1933 മുതൽ 1945 വരെ 4 തവണ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും 12 വർഷം അധികാരത്തിലിരിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായ വ്യക്തിയാണ് അദ്ദേഹം. ആധുനിക സസ്യശാസ്ത്രത്തിന്റെ പിതാവ്? കരോലസ് ലിനേയസ്.
സ്വീഡിഷ് സസ്യശാസ്ത്രജ്ഞനായിരുന്ന കരോലസ് ലിനേയസ് 1707 മുതൽ 1778 വരെ ജീവികളെ വർഗീകരിക്കുന്നതിനുള്ള ദ്വിനാമ സമ്പ്രദായം വികസിപ്പിച്ചെടുത്തു. അതിനാൽ ഇദ്ദേഹത്തെ ആധുനിക സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. പഴങ്ങളുടെ റാണി മാംഗോസ്റ്റീൻ. മധുരവും പുളിയും ചേർന്ന മാംഗോസ്റ്റീൻ പഴം അതിന്റെ സ്വാദിനും പോഷകഗുണങ്ങൾക്കും കാരണം പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയിലാണ് ഇത് പ്രധാനമായും കണ്ടുവരുന്നത്. മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച ആദ്യ ബഹിരാകാശ വാഹനം അപ്പോളോ 11. മനുഷ്യനെ ചന്ദ്രനിലിറക്കിയ ആദ്യത്തെ ബഹിരാകാശ ദൗത്യമായിരുന്നു അപ്പോളോ 11. 1969 നീൽ ആംസ്ട്രോങ്ങും ബസ് ആൾഡ്രിനും ചന്ദ്രനിൽ കാൽ കുത്തി. ജീൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് വില്യം ജോഹാൻസൻ. ഡാനിഷ് സസ്യശാസ്ത്രജ്ഞനായ വിൽഹെം ജോഹാൻസൻ 1909 ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. പാരമ്പര്യ ഗുണങ്ങളെ നിർണയിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു. ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വാഹനം സ്പേസ്ഷിപ്പ് 1. വിൻഡ് റഷസ് എന്ന കമ്പനി വികസിപ്പിച്ച സ്പേസ്ഷിപ്പ് 1 ബഹിരാകാശ അതിർത്തിയിലെത്തിയ ആദ്യത്തെ സ്വകാര്യമായി നിർമ്മിച്ച ബഹിരാകാശ വാഹനമാണ്. 2004 ഇത് ചരിത്രം സൃഷ്ടിച്ചു. വാഹനങ്ങളുടെ ചില്ല് നിർമ്മിച്ചിരിക്കുന്ന ഗ്ലാസ് സേഫ്റ്റി ഗ്ലാസ്. വാഹനങ്ങളിലെ ചില്ലുകൾ സാധാരണയായി സുരക്ഷാ ഗ്ലാസ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഇത് പൊട്ടിച്ചിതറുമ്പോൾ അപകടകരമായ മൂർച്ചയുള്ള കഷണങ്ങളായി മാറാതെ ചെറിയ കഷണങ്ങളായി മാറുന്നതിലൂടെ പരിക്കുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ചത് സാമുവൽ കോഹൻ. അമേരിക്കൻ ഭൗതികശാസ്ത്രജ്ഞനായിരുന്ന സാമുവൽ കോഹൻ ന്യൂട്രോൺ ബോംബ് എന്നറിയപ്പെടുന്ന വികസിത ആണവായുധത്തിന്റെ കണ്ടുപിടുത്തത്തിനു പിന്നിൽ പ്രധാന പങ്കുവഹിച്ചു. ലെൻസ്, പ്രിസം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിന്റ് ഗ്ലാസ്. ഉയർന്ന അപവർത്തന സൂചികയുള്ള ഫ്ലിന്റ് ഗ്ലാസ്, ലെൻസ്, പ്രിസം തുടങ്ങിയ ഒപ്റ്റിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നു. ബെൻസീൻ കണ്ടുപിടിച്ചത് ഫാരഡേ. പ്രമുഖ ശാസ്ത്രജ്ഞനായ മൈക്കിൾ ഫാരഡേ 1825 ബെൻസീൻ എന്ന ഓർഗാനിക് സംയുക്തം കണ്ടെത്തി. ഈ കണ്ടുപിടുത്തം ഓർഗാനിക് രസതന്ത്രത്തിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ഹീലിയം. എല്ലാ മൂലകങ്ങളിലും വെച്ച് ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ളത് ഹീലിയത്തിനാണ്. ഇതൊരു ഉത്കൃഷ്ട വാതകമാണ്. വെളുത്ത രക്താണുക്കൾ കൂടുതലുണ്ടാകുന്ന അവസ്ഥ ലുക്കീമിയ. അസ്ഥിമജ്ജയിൽ നിന്ന് അസാധാരണമായ വെളുത്ത രക്താണുക്കൾ അമിതമായി ഉത്പാദിപ്പിക്കപ്പെടുന്ന രോഗാവസ്ഥയാണ് ലുക്കീമിയ. ഇത് ഒരുതരം രക്താർബുദമാണ്. ഡോക്ടർമാർ എടുക്കുന്ന പ്രതിജ്ഞ ഹിപ്പോക്രാറ്റസ് പ്രതിജ്ഞ. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസിന്റെ പേരിലുള്ള പ്രതിജ്ഞയാണ് ഡോക്ടർമാർ എടുക്കുന്നത്. രോഗികളെ ചികിത്സിക്കുമ്പോൾ പാലിക്കേണ്ട ധാർമ്മികവും വൈദ്യശാസ്ത്രപരവുമായ തത്വങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. നട്ടെല്ലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ മൈലോഗ്രാം. സുഷുമ്നാ നാഡിയുടെയും അതിന്റെ ആവരണങ്ങളുടെയും ചിത്രങ്ങൾ എടുക്കുന്ന ഒരു തരം എക്സ്റേ പരിശോധനയാണ് മൈലോഗ്രാം. വേദനയുണ്ടായ നടുവേദനയുടെ കാരണം കണ്ടെത്താൻ ഇത് സഹായിക്കും. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ക്ഷയം ട്യൂബർകുലോസിസ് ചരിത്രപരമായി വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെട്ടിരുന്നു. ഇത് ശ്വാസകോശങ്ങളെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. പ്രകാശം ഏറ്റവുമധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ശൂന്യസ്ഥലം. പ്രകാശം ശൂന്യസ്ഥലത്ത് വാക്വം സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഇത് പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന വേഗതയാണ്. ഓക്സിജന് ആ പേര് നൽകിയത് ലാവോസിയർ. ഫ്രഞ്ച് രസതന്ത്രജ്ഞനായ അന്റോയിൻ ലാവോസിയർ 1743 മുതൽ 1794 വരെ ആണ് ഓക്സിജൻ എന്ന മൂലകത്തിന് ഈ പേര് നൽകിയത്. ദഹനപ്രക്രിയയിൽ ഇതിന്റെ പ്രാധാന്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു.
ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നത്? 226. ഇന്ത്യൻ ഭരണഘടനയുടെ 226 അനുച്ഛേദം ഒരു പൗരന് തന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അധികാരം നൽകുന്നു. റിട്ടുകൾ പുറപ്പെടുവിച്ച് ഹൈക്കോടതിക്ക് നീതി നടപ്പാക്കാം. കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത്? റയോൺ. സെല്ലുലോസിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരുതരം കൃത്രിമ നാരാണ് റയോൺ. ഇത് പ്രകൃതിദത്ത സിൽക്കിന് സമാനമായ തിളക്കവും മൃദുത്വവും ഉള്ളതിനാൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ഭരണമേറ്റ വർഷം? 1729. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായി അറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മ 1729 തിരുവിതാംകൂർ ഭരണം ഏറ്റെടുത്തു. വേണാട് രാജ്യം വികസിപ്പിച്ച് തിരുവിതാംകൂർ സാമ്രാജ്യം സ്ഥാപിച്ചത് അദ്ദേഹമാണ്. മാമാങ്കവേദിയായിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്തായിരുന്നു? ഭാരതപ്പുഴ. പെരുമാൾ ഭരണകാലത്ത് കേരളത്തിലെ ഒരു പ്രധാന ആഘോഷമായിരുന്ന മാമാങ്കത്തിന്റെ വേദി ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ ആയിരുന്നു. എല്ലാ 12 വർഷത്തിലും ഇവിടെ വെച്ച് മാമാങ്കം നടന്നിരുന്നു. മാർക്കോ പോളോ കേരളത്തിലെത്തിയ വർഷം? 1292. ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്ന മാർക്കോ പോളോ 1292 കേരളം സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ അക്കാലത്തെ കേരളത്തിലെ വ്യാപാരത്തെക്കുറിച്ചും സാമൂഹിക ജീവിതത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നു. മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം? 6 മുതൽ 7 വരെ മീറ്റർ. മനുഷ്യ ശരീരത്തിലെ ദഹനവ്യവസ്ഥയിലെ പ്രധാന ഭാഗമായ ചെറുകുടലിന് ഏകദേശം 6 മുതൽ 7 വരെ മീറ്റർ, 20 മുതൽ 23 വരെ അടി നീളമുണ്ട്. പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്ന പ്രധാന സ്ഥലമാണിത്. മാലിക് ബിൻ ദിനാർ കേരളത്തിൽ പള്ളികൾ പണിത് ഇസ്ലാം മതം സ്ഥാപിച്ച വർഷം? AD 644. മാലിക് ബിൻ ദിനാർ കേരളത്തിൽ ഇസ്ലാം മത പ്രചാരണത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. AD 644 അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ്? അലൻ ട്യൂറിംഗ്. ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനും കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനുമായിരുന്ന അലൻ ട്യൂറിംഗിനെ 1912 മുതൽ 1954 വരെ കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ആധുനിക കമ്പ്യൂട്ടിംഗിന് അദ്ദേഹം അടിസ്ഥാനമിട്ടു. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്? 108. ഇന്ത്യൻ ഭരണഘടനയുടെ 108 അനുച്ഛേദം പ്രകാരം പാർലമെന്റിന്റെ ഇരുസഭകൾക്കുമിടയിൽ ഒരു ബില്ലിനെ ചൊല്ലി തർക്കമുണ്ടാകുമ്പോൾ രാഷ്ട്രപതിക്ക് സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടാൻ കഴിയും. ബ്ലാക്ക് ബോക്സ് അഥവാ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെ നിറമെന്താണ്? ഓറഞ്ച്. വിമാനങ്ങളിൽ ഘടിപ്പിക്കുന്ന ബ്ലാക്ക് ബോക്സ്, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ യഥാർത്ഥത്തിൽ ഓറഞ്ച് നിറത്തിലാണ്. അപകടശേഷം എളുപ്പത്തിൽ കണ്ടെത്താനാണ് ഈ നിറം. അമോണിയ എന്തിന്റെയെല്ലാം സംയുക്തമാണ്? നൈട്രജൻ, ഹൈഡ്രജൻ. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന ഒരു സംയുക്തമാണ് അമോണിയ, NH3. വളനിർമ്മാണം, ശീതീകരണം തുടങ്ങിയ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നു. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? നെൽസൺ മണ്ടേല. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ ദക്ഷിണാഫ്രിക്കൻ നേതാവാണ് നെൽസൺ മണ്ടേല. അദ്ദേഹം അഹിംസയിലധിഷ്ഠിതമായ സമരമാർഗങ്ങൾ സ്വീകരിച്ചതിനാൽ ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന് അറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. മനുഷ്യന്റെ മധ്യകർണത്തിൽ കാണപ്പെടുന്ന സ്റ്റേപ്പിസ് അസ്ഥിയാണ് ശരീരത്തിലെ ഏറ്റവും ചെറുത്. ശബ്ദതരംഗങ്ങളെ ഉൾക്കർണത്തിലേക്ക് എത്തിക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. മയൂരസിംഹാസനവും കോഹിനൂർ രത്നവും പേർഷ്യയിലേക്ക് കടത്തിയത് ആര്? നാദിർ ഷാ. 1739 ഇന്ത്യ ആക്രമിച്ച പേർഷ്യൻ ഭരണാധികാരിയായ നാദിർ ഷാ ഡൽഹി കൊള്ളയടിച്ച് മയൂരസിംഹാസനവും ലോകപ്രശസ്തമായ കോഹിനൂർ രത്നവും പേർഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോയി. ടൈംസ് സ്ക്വയർ ഏത് നഗരത്തിലാണ്? ന്യൂയോർക്ക്.
അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു വാണിജ്യ കേന്ദ്രവും വിനോദസഞ്ചാര ആകർഷണവുമാണ് ടൈംസ് സ്ക്വയർ. ലോകത്തിലെ തിരക്കേറിയ കാൽനടയാത്ര മേഖലകളിലൊന്നാണിത്. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ച വർഷം 1910. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ സത്യാഗ്രഹം നയിക്കുന്ന കാലത്ത് ഗാന്ധിജി അനുയായികൾക്കായി ജോഹന്നാസ്ബർഗിനടുത്ത് 1910 ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചു. സഹകരണ ജീവിതം നയിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇത്. പോച്ചമ്പാട് പദ്ധതി ഏത് നദിയിലാണ്? ഗോദാവരി. തെലങ്കാനയിലെ ഗോദാവരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ജലസേചന പദ്ധതിയാണ് പോച്ചമ്പാട് പദ്ധതി. ഈ പദ്ധതി ശ്രീരാംസാഗർ പദ്ധതി എന്നും അറിയപ്പെടുന്നു. ബയോളജിയുടെ ജീവശാസ്ത്രം പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ. പുരാതന ഗ്രീക്ക് തത്വചിന്തകനും ബഹുമുഖ പ്രതിഭയുമായ അരിസ്റ്റോട്ടിലിനെയാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നത്. ജീവികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിപുലമായ പഠനങ്ങളും വർഗീകരണ ശ്രമങ്ങളും ഈ മേഖലയ്ക്ക് അടിസ്ഥാനമിട്ടു. ഇന്ത്യയിലെ പ്രതിരോധ സേനകളുടെ പരമാധികാരം ആരിൽ നിക്ഷിപ്തമാണ്? രാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രതിരോധ സേനകളായ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ പരമോന്നത കമാൻഡർ രാഷ്ട്രപതിയാണ്. ഇത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുനൽകുന്ന ഒരു തത്വമാണ്. ഏത് ധാതുവിനാണ് ജാരിയ ഖനി പ്രസിദ്ധം? കൽക്കരി. ഇന്ത്യയിലെ ജാർഖണ്ഡിലെ ധൻബാദിൽ സ്ഥിതി ചെയ്യുന്ന ജാരിയ കൽക്കരിപ്പാടം രാജ്യത്തെ പ്രധാനപ്പെട്ട കൽക്കരി ഉത്പാദന കേന്ദ്രങ്ങളിലൊന്നാണ്. മരുഭൂമി ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏതാണ്? യൂറോപ്പ്. ലോകത്തിലെ മരുഭൂമികൾ ഏറ്റവും കുറവുള്ള ഭൂഖണ്ഡം യൂറോപ്പാണ്. താരതമ്യേന മിതമായ കാലാവസ്ഥയും ഉയർന്ന മഴയും ഇതിന് കാരണമാകുന്നു. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വിഖ്യാതമായ എനിക്കൊരു സ്വപ്നമുണ്ട് പ്രസംഗം ഏത് നഗരത്തിൽ വെച്ചായിരുന്നു? വാഷിംഗ്ടൺ DC. 1963 അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിൽ വെച്ച് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നടത്തിയ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം അമേരിക്കൻ സിവിൽ അവകാശ പ്രസ്ഥാനത്തിലെ ഒരു സുപ്രധാന മുഹൂർത്തമായിരുന്നു. മാൾവയിൽ ഖിൽജി വംശം സ്ഥാപിച്ചത് ആര്? മഹ്മൂദ് ഖാൻ. മാൾവയിൽ ഖിൽജി വംശം സ്ഥാപിച്ചത് മഹ്മൂദ് ഖാൻ ഒന്നാമനാണ്. അദ്ദേഹം മാൾവ സുൽത്താനേറ്റ് ഭരിച്ചിരുന്നു. അഗ്നിപർവ്വതങ്ങളില്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ നിലവിൽ സജീവമായ അഗ്നിപർവ്വതങ്ങളില്ല. ഇത് അഗ്നിപർവ്വത പ്രവർത്തനങ്ങളില്ലാത്ത ഏക വൻകരയാണ്. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ദൈർഘ്യം കൂടിയതുമായ സെഷൻ ഏതാണ്? ബജറ്റ് സെഷൻ. ഇന്ത്യൻ പാർലമെന്റിൽ വർഷം തോറും നടക്കുന്ന ബജറ്റ് സെഷനാണ് ഏറ്റവും ദൈർഘ്യമേറിയതും പ്രാധാന്യമുള്ളതും. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഈ സെഷനിലാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം. യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നീ 4 ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അറ്റ്ലാന്റിക് സമുദ്രമാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്. ആൽപ്സ് പർവ്വതനിരയിൽ ഏറ്റവും ഉയരമുള്ള ഭാഗം? മോണ്ട് ബ്ലാങ്ക്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരകളിലൊന്നായ ആൽപ്സിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മോണ്ട് ബ്ലാങ്ക്. ഫ്രാൻസിന്റെയും ഇറ്റലിയുടെയും അതിർത്തിയിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. താജ്മഹൽ നിർമ്മിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? 17-ാം നൂറ്റാണ്ടിൽ. മുഗൾ ചക്രവർത്തി ഷാജഹാൻ തന്റെ ഭാര്യ മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച താജ്മഹലിന്റെ പണി പൂർത്തിയായത് 1653 ഇത് 17-ാം നൂറ്റാണ്ടിലാണ് ഉൾപ്പെടുന്നത്. രാഷ്ട്രപതി സ്ഥാനം വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായത് ആരാണ്? ജസ്റ്റിസ് എം. ഹിദായത്തുള്ള. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായിരുന്ന ജസ്റ്റിസ് എം. ഹിദായത്തുള്ള ആക്ടിംഗ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ശേഷം ഇന്ത്യയുടെ 6ാമത്തെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഒരു സവിശേഷതയാണ്. ഇന്ത്യയിലെ 2ാമത്തെ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെന്റർ ISRO എവിടെയാണ് സ്ഥാപിച്ചത്? അയോധ്യാനഗർ.
ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISROയുടെ രണ്ടാമത്തെ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെന്റർ കർണാടകയിലെ ഹാസനിലെ അയോധ്യാനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീനസ് ട്രോഫോബിയ എന്നാൽ എന്താണ്? സൗന്ദര്യമുള്ള സ്ത്രീകളോടുള്ള ഭയം. വീനസ് ട്രോഫോബിയ എന്നത് സൗന്ദര്യമുള്ള സ്ത്രീകളോടുള്ള അമിതമായ ഭയമാണ്. ഇത് ഒരുതരം ഫോബിയ വിഭാഗത്തിൽപ്പെടുന്നു. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത്? പച്മടി. മധ്യപ്രദേശിലെ സത്പുര മലനിരകളിലെ പ്രശസ്തമായ ഒരു ഹിൽ സ്റ്റേഷനാണ് പച്മടി. ഇതിനെ സത്പുരയുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്നു. കുറുവാദ്വീപ് ഏത് നദിയിലാണ്? കബനി. വയനാട് ജില്ലയിലെ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജനവാസ കേന്ദ്രമല്ലാത്ത നദീദ്വീപാണ് കുറുവാദ്വീപ്. ജൈവവൈവിധ്യത്തിന് പേരുകേട്ട സ്ഥലമാണിത്. ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ടുവെച്ചത് ആര്? MN റോയ്. ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ടുവെച്ചത് 1934-ൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ MN റോയ് ആയിരുന്നു. രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കുന്നുകളാണ് രാജ്മഹൽ കുന്നുകൾ. രാഷ്ട്രപതിയുടെ അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത്. ഗുരു നാനാക്ക് തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ്? ബഠിൻഡ. പഞ്ചാബിലെ ബഠിൻഡയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു താപവൈദ്യുത നിലയമാണ് ഗുരു നാനാക്ക് ദേവ് തെർമൽ പവർ പ്ലാന്റ്. ഇന്ത്യയിലെ ആദ്യ പത്രമായ ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം? 1780. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി 1780-ൽ കൊൽക്കത്തയിൽ ആരംഭിച്ച ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം. ഇത് ഹിക്കിയുടെ ബംഗാൾ ഗസറ്റ് എന്നും അറിയപ്പെട്ടു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയായ സ്റ്റേബിഡിയസ് എവിടെയാണ്? മധ്യകർണത്തിൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയായ സ്റ്റേബിഡിയസ് മധ്യകർണത്തിലാണ് കാണപ്പെടുന്നത്. ഇത് സ്റ്റേപ്പിസ് അസ്ഥിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. മാൾവയുടെ മേൽ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായി ചിത്തോറിൽ വിജയസ്തംഭം നിർമ്മിച്ചത് ആര്? കുംഭ റാണ. മാൾവയിലെയും ഗുജറാത്തിലെയും ഭരണാധികാരികളെ പരാജയപ്പെടുത്തിയതിന്റെ സ്മരണയ്ക്കായി മേവാറിലെ റാണ കുംഭ 1448-ൽ ചിത്തോർഗഡിൽ വിജയസ്തംഭം വിജയ ടവർ നിർമ്മിച്ചു. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെട്ടത്? മാസ്റ്റർ റാൽഫ് ഫിച്ച്. 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് വ്യാപാരിയും സഞ്ചാരിയുമായിരുന്നു റാൽഫ് ഫിച്ച്. ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ രൂപീകരണത്തിന് പ്രചോദനമായി. ഗുരു ഗോവിന്ദ് സിംഗ് തെർമൽ പ്ലാന്റ് എവിടെയാണ്? റോബർ. പഞ്ചാബിലെ റോബറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു താപവൈദ്യുത നിലയമാണ് ഗുരു ഗോവിന്ദ് സിംഗ് സൂപ്പർ തെർമൽ പ്ലാന്റ്. പശ്ചിമഘട്ടത്തിനും സമുദ്രത്തിനുമിടയിലുള്ള തീരപ്രദേശത്തിന്റെ വടക്കുഭാഗത്തിന്റെ പേരെന്ത്? കൊങ്കൺ. ഇന്ത്യയുടെ പശ്ചിമതീരത്തിന്റെ വടക്കേ ഭാഗം കൊങ്കൺ തീരം എന്നറിയപ്പെടുന്നു. ഇത് മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ ഭാഗങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഹിമാചൽ പ്രദേശ്. ആപ്പിൾ ഉത്പാദനത്തിൽ ഇന്ത്യയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഹിമാചൽ പ്രദേശ്. അതിനാൽ ആപ്പിൾ സംസ്ഥാനം എന്ന് ഇത് അറിയപ്പെടുന്നു. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും സ്ഥാനങ്ങൾ ഒരേ സമയം ഒഴിവുവരുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നു. ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള വൻകര ഏതാണ്? യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങൾ യൂറോപ്പ് വൻകരയിലാണ്. യൂറോപ്യൻ യൂണിയനിലെ മിക്ക രാജ്യങ്ങളും ഉയർന്ന സാമ്പത്തിക വികസനം കൈവരിച്ചവയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നഗരം? ജബൽപൂർ.
മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ജബൽപൂർ നഗരം സ്വതന്ത്ര ഇന്ത്യയുടെ ഏകദേശം ഭൂമിശാസ്ത്രപരമായ മധ്യഭാഗത്തായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശിലെ കാജിയാർ. പ്രകൃതിരമണീയമായ താഴ്വരകളും തടാകങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഹിമാചൽ പ്രദേശിലെ കാജിയാർ പ്രദേശത്തെ ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഹൈദരാബാദിനടുത്ത് നിർമ്മിച്ച പുതിയ വിമാനത്താവളം ശംഷാബാദ്. ഹൈദരാബാദിന് സമീപം സ്ഥിതി ചെയ്യുന്ന രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ശംഷാബാദിലാണ്. ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലൊന്നാണ്. മായൻ നാഗരികത അഭിവൃദ്ധി പ്രാപിച്ചത് ഏത് പ്രദേശത്താണ്? മധ്യ അമേരിക്ക. മധ്യ അമേരിക്കയിലും മെക്സിക്കോയിലും ഏകദേശം 2000 BC മുതൽ 900 AD വരെ അഭിവൃദ്ധി പ്രാപിച്ച ഒരു പ്രാചീന നാഗരികതയാണ് മായൻ സംസ്കാരം. മനുഷ്യന്റെ ശാസ്ത്രനാമം ഹോമോസാപ്പിയൻസ്. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ് എന്നാണ്. ഇതിന് വിവേകമുള്ള മനുഷ്യൻ എന്ന് അർത്ഥം വരുന്നു. മാലിദ്വീപ് കീഴടക്കിയ ചോളരാജാവ് രാജരാജ ചോളൻ. മഹാനായ ചോളരാജാവായ രാജരാജ ചോളൻ ഒന്നാമനാണ് മാലിദ്വീപ് കീഴടക്കി തന്റെ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കിയത്. പോർച്ചുഗീസുകാർക്ക് കച്ചവടത്തിന് അനുമതി നൽകിയ ആദ്യത്തെ കേരള രാജാവ് കൊച്ചി രാജാവ്. 1500കളുടെ തുടക്കത്തിൽ പോർച്ചുഗീസുകാർക്ക് കേരളത്തിൽ കച്ചവടത്തിന് അനുമതി നൽകിയ ആദ്യത്തെ പ്രാദേശിക ഭരണാധികാരി കൊച്ചി രാജാവ് ആയിരുന്നു. മാവോ ലഹള നടന്ന രാജ്യം കെനിയ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ 1950കളിൽ കെനിയയിൽ നടന്ന ഒരു ആദിവാസി പ്രക്ഷോഭമാണ് മാവോ ലഹള. കെനിയയുടെ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു പ്രധാന ഭാഗമായിരുന്നു ഇത്. ഭൂമധ്യരേഖയും ദക്ഷിണായനരേഖയും കടന്നുപോകുന്ന ഒരേയൊരു രാജ്യം ബ്രസീൽ. തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീലിലൂടെയാണ് ഭൂമധ്യരേഖയും ദക്ഷിണായനരേഖയും കടന്നുപോകുന്ന ഒരേയൊരു രാജ്യം. മാജി ലഹള നടന്ന രാജ്യം ടാൻസാനിയ. ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്കൻ കോളനി ഭരണത്തിനെതിരെ 1905-നും 1907-നും ഇടയിൽ ടാൻസാനിയയിൽ നടന്ന ആദിവാസി കലാപമാണ് മാജി ലഹള. പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അക്കോൺകാഗ്വ. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന അക്കോൺകാഗ്വയാണ് പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ബയോളജി എന്ന വാക്ക് രൂപവത്കരിച്ചത് ആര്? ജീൻ ലമാർക്ക്. ഫ്രഞ്ച് പ്രകൃതിശാസ്ത്രജ്ഞനായ ജീൻ ബാപ്റ്റിസ്റ്റ് ലമാർക്ക് ആണ് ബയോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ക്ലാസിക്കൽ ഭാഷാപദവി ലഭിച്ച ആദ്യ ഇൻഡോ ആര്യൻ ഭാഷ സംസ്കൃതം. ഇന്ത്യയിലെ ആദ്യത്തെ ക്ലാസിക്കൽ ഭാഷയായി അംഗീകരിക്കപ്പെട്ട ഇൻഡോ ആര്യൻ ഭാഷയാണ് സംസ്കൃതം. 2005-ലാണ് ഇത് ഔദ്യോഗികമായി ക്ലാസിക്കൽ ഭാഷയായി പ്രഖ്യാപിച്ചത്. ഭൂഗോളത്തിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം വെല്ലിംഗൺ. ന്യൂസിലാൻഡിന്റെ തലസ്ഥാനമായ വെല്ലിംഗൺ ആണ് ലോകത്തിലെ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം.